ആൺ പെൺ എന്ന ബൈനറികളില്ലാതെ ആണും പെണ്ണും ഇടകലർന്ന് ജീവിക്കുന്ന ഒരു സമൂഹമാണ് യഥാർത്ഥത്തിൽ കമ്മ്യൂണിസത്തിനും ലിബറലിസത്തിനും ആവശ്യം. അവിടെ ആൺ പെൺ ബൈനറികൾ പാടില്ല. ആണിനും പെൺകുട്ടികൾക്കും വേറെ വേറെ ടോയ്ലറ്റുകളിലോ വേറെ വേറെ ലൈബ്രറികളോ വേറെ വേറെ ബെഞ്ചുകളോ ഇരിപ്പിടങ്ങളോ ഇല്ലാത്ത ഒരു സോഷ്യൽ കൺസെപ്റ്റാണ് യഥാർത്ഥത്തിൽ ഇവിടെയുള്ള ലിബറൽ വാദികളായ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനുള്ളത് എന്ന അപകടം തീർച്ചയായും മുസ്ലിം സമുദായമായ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് എന്നതാണ് ഈ വിഷയത്തിൽ ആദ്യമേ എനിക്ക് വർത്തമാനം പറയുന്ന ആളുകൾ ചിലപ്പോൾ ഞങ്ങളോട് ചോദിച്ചെന്നിരിക്കും, നിങ്ങൾക്ക് ആ കൈപ്പത്തി വരെ മറക്കേണ്ടതുണ്ടോ? മുട്ടുവരെ ആക്കിയ കുറച്ചെങ്കിലും ആശ്വാസമുണ്ടാവില്ലേ എന്നതാണ് അവരുടെ ചോദ്യം. അല്ലയോ സഹോദര, കൈപ്പത്തി വരെ മറക്കണമെന്നതും നിങ്ങളുടെ ഇസത്തിലെ ഏത് താത്വിക ആചാര്യനാണ് നിങ്ങളെ പഠിപ്പിച്ചത്? ഏത് രാഷ്ട്രീയ നവോത്ഥാന നായകനാണ് നിങ്ങളെ പഠിപ്പിച്ചത്? അത് നിങ്ങൾക്ക് കൈപ്പത്തി വരെ മറച്ചാലും നഗ്നനായി നടന്നാലും പ്രശ്നമില്ലാത്ത ഒരു ഇസത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾ ഞങ്ങളുടെ മുസ്ലിം സ്ത്രീകളുടെ ശിരോവസ്ത്രത്തെ കുറിച്ച് വർത്തമാനം മൂലക്കും ഇനിയും ബാറുകൾ ഞങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുമെന്ന് പറയുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഒരു പാർട്ടിയാണ്, ഒരു സർക്കാരാണ് സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി മറുപുറത്ത് വാദിക്കുന്നത് എന്ന് പറയുന്ന വിരോധാഭാസത്തെ കുറിച്ച് തീർച്ചയായും നമ്മൾ ബോധവാന്മാരാകും. ദൈവം തമ്പുരാന്റെ രക്ഷയും സമാധാനവും നമ്മിലേവരിലും വർഷിക്കുമാറാവട്ടെ. കാസർഗോഡിന്റെ മണ്ണിൽ വളരെ വിപുലമായ രീതിയിൽ നടത്തപ്പെടുന്ന ഈ പരിപാടിക്ക് ആദ്യമേ എല്ലാവിധ വിപ്ലവ അഭിവാദ്യങ്ങളും നേരുകയാണ്. ഇസ്ലാം ആശയ സംവാദത്തിന്റെ സൗഹൃദ നാളുകൾ എന്ന തലക്കെട്ടിൽ ജമാഅത്തെ ഇസ്ലാമി കേരള സംഘടിപ്പിച്ചു വരുന്ന ക്യാമ്പയിനോടനുബന്ധിച്ചുള്ള ഒരു പരിപാടിയിലാണ് നമ്മളുള്ളത്. ഏതൊരു പ്രത്യയശാസ്ത്രത്തെക്കുറിച്ചും ഏതൊരു ഇസങ്ങളെക്കുറിച്ചും വാദഗതികളെക്കുറിച്ചും വർത്തമാനം പറയുമ്പോഴൊക്കെയും ഇസ്ലാം പ്രതിപക്ഷത്ത് നിർത്തപ്പെടുന്ന ഒരു പ്രത്യേക സമകാലിക സാഹചര്യത്തിലാണ് നമ്മളിപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മളുടെ കൊച്ചു മൊബൈൽ ഫോണിലൂടെയും വാട്സപ്പിലൂടെയും സോഷ്യൽ മീഡിയകളിലൂടെയും നമ്മളിലേക്ക് വരുന്ന ചില വാർത്തകൾ ഇസ്ലാമിനെ ശത്രുപക്ഷത്ത് നിർത്തുകയോ ഇസ്ലാമിനെ അപരവൽക്കരിക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുകയോ ചെയ്യുന്ന ഒരു പ്രത്യേക സാഹചര്യം. സ്വാഭാവികമായും അതുകൊണ്ട് തന്നെ അതിൽ മുസ്ലിം സ്ത്രീ ഒരു ചർച്ചാ വിഷയമാക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. സ്വാതന്ത്ര്യം ലഭിക്കാത്ത, സ്വന്തമായി നിലപാടില്ലാത്ത, വിപ്ലവങ്ങളോ ഒരു സ്പേസോ ഒരു ഐഡന്റിറ്റിയോ ഇല്ലാത്ത, ജീവിതത്തിലെങ്ങും തിരസ്കരിക്കപ്പെട്ട, അപമാനിതയാക്കപ്പെടുന്ന, ഒരു ശബ്ദമില്ലാത്ത ഒരു മുസ്ലിം സ്ത്രീയെ കുറിച്ചാണ് നമ്മളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും പുരോഗമനമെന്ന് നമ്മൾ വിശ്വസിക്കുന്ന പുരോഗമനവാദികളും ലിബറൽ വാദികളും ഇവിടെയുള്ള ഫെമിനിസ്റ്റുകളും ധാരാളമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പുതിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഈ കൊറോണ കാലത്ത് നമ്മുടെ മുമ്പിൽ ഏറെ ചർച്ച ചെയ്തുകൊണ്ടിരുന്നതും ഒരു പക്ഷേ മുസ്ലിം സ്ത്രീയെ കുറിച്ചായിരിക്കും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇസ്ലാം എന്ന് പറയുന്നത് നിങ്ങൾ ആട്ടിയകറ്റേണ്ടുന്ന, അപരവൽക്കരിക്കേണ്ടുന്ന, മാറ്റി നിർത്തപ്പെടേണ്ടുന്ന മതമാണെന്നും ഇസ്ലാം എന്ന് പറയുന്നത് ഏതൊരു മതത്തെ പോലെ അതൊരു കറുപ്പ് മാത്രമാണ്, അത് ബുദ്ധിയെ, നമ്മളുടെ മസ്തിഷ്കത്തെ, നമ്മളുടെ മനോഭാവങ്ങളെ, നമ്മളുടെ ചിന്തയെ ഇല്ലാതാക്കി കളയുന്ന ഒരു മായ മാത്രമാണ് മതം. എല്ലാ മതങ്ങളും സ്ത്രീവിരുദ്ധമാണ്, പിന്നെ ഇസ്ലാമിനെ കുറിച്ച് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ എന്നതാണ് നമ്മളുടെ പുതിയ കാല ചർച്ചകൾ നമ്മുടെ മുമ്പിലേക്ക് ഇട്ടുതരുന്ന വസ്തുതകൾ. അതുകൊണ്ട് പ്രത്യേകിച്ച് ക്യാമ്പസുകളിൽ, പ്രത്യേകിച്ചും നമ്മളുടെ കുടുംബങ്ങളിലെ കൊച്ചു വിദ്യാർത്ഥികളോടും നമ്മളുടെ പെൺകുട്ടികളോടും ആൺകുട്ടികളോടും പുതിയ തലമുറയോടും ലിബറലിസം, നമ്മൾ ഈ നേരത്തെ പറഞ്ഞതുപോലെ കമ്മ്യൂണിസത്തിന്റെ പുരോഗമനവാദികളുടെ അടക്കം വാദഗതികളിൽ അവർ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരുന്നത് ഞങ്ങളുടെ വാദങ്ങളിലേക്ക് നിങ്ങൾ വരിക. പ്രത്യേകിച്ച് യുവതലമുറയോട് പറഞ്ഞുകൊണ്ടേയിരുന്നു ഞങ്ങളുടെ ഇടങ്ങളിലേക്ക് നിങ്ങൾ വരൂ, നിങ്ങളെ ഞങ്ങൾ സ്വതന്ത്രരാക്കി തരാം. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനെ വാദിച്ചിരിക്കുന്നവ വാദവും അത്തരത്തിലുള്ളതാണ്. ഈ ലിബറൽ വാദം തന്നെയാണ്. തൻ്റെ സ്വകാര്യമായ ജീവിതത്തിൽ താൻ എന്തായിരുന്നാലും ശരി, തൻ്റെ ജീവിതത്തിൽ തൻ്റെ ആസ്വാദനത്തിനും സുഖത്തിനും വേണ്ടി താൻ എന്തൊക്കെ ആചരിച്ചാലും ശരി, അത് നിങ്ങളെ ബാധിക്കാത്തിടത്തോളം കാലം എൻ്റെ സ്വാതന്ത്ര്യത്തിൽ നിങ്ങൾ ഇടപെടേണ്ടതില്ല എന്നതാണ് ലിബറൽ വാദം.
എൻ്റെ സുഖവും സന്തോഷവും വേറൊരു മനുഷ്യന് ഉപദ്രവമാവാത്ത കാലത്തോളം എൻ്റെ സുഖത്തെയും സന്തോഷത്തെയും കുറിച്ച് അത് പാടില്ല എന്ന് പറയുവാൻ നിങ്ങൾക്ക് യാതൊരു അവകാശവുമില്ല എന്ന് പറയുന്ന സ്വാതന്ത്ര്യത്തിന്റെ അങ്ങേ തലത്തൊട്ടുള്ള വാദം പലപ്പോഴും ചിലരെ അതിലേക്ക് ആകർഷിച്ചിട്ടുണ്ട് താനും. എൻ്റെ വ്യക്തി സ്വാതന്ത്ര്യത്തിലേക്ക് നിങ്ങൾ ആരും ഇടപെടേണ്ടതില്ല. എൻ്റെ ശരീരം എൻ്റെ സ്വാതന്ത്ര്യമാണ്, എൻ്റെ അവകാശമാണ്, എൻ്റേതാണ്. അതുകൊണ്ട് എൻ്റെ നിലപാടുകൾ, എൻ്റെ സ്വഭാവം, എൻ്റെ വേഷം, എൻ്റെ സംസാരം, എൻ്റെ എന്തും, എൻ്റെ ജീവിതത്തിൻ്റെ എൻ്റെ കൺസെപ്റ്റുകളെ കുറിച്ച് നിങ്ങൾ ചോദ്യം ചെയ്യുവാനോ നിങ്ങൾ വർത്തമാനം പറയുകയോ വേണ്ട. കാരണം 6-ാം നൂറ്റാണ്ടിൽ എഴുന്നേറ്റ് ജീവിച്ചിരിക്കുന്ന അതേ പ്രത്യയശാസ്ത്രത്തെ നെഞ്ചിലേറ്റുന്ന ആളുകൾക്ക് 2021 ഭൂമികയിൽ വെച്ച് ഞങ്ങളോട് എന്താണ് സംസാരിക്കാനുള്ളത് എന്നതാണ് അവർ ചോദിക്കുന്നത്. പക്ഷെ നമ്മളൊന്ന് ഓർത്തു നോക്കുക, സ്ത്രീ ശാക്തീകരണത്തിനെ കുറിച്ചാണ് വർത്തമാനം പറയുന്നത്. നമ്മുടെ കൊച്ചു കേരളത്തില് മുസ്ലിം സ്ത്രീകളുമായി ബന്ധപ്പെട്ട പ്രത്യേകിച്ച് ചില ക്യാമ്പസുകളിൽ ചില വർത്തമാനങ്ങൾ തന്നെ നമ്മൾ ധാരാളമായി ചർച്ച ചെയ്തതാണ്. അതിൽ പ്രത്യേകിച്ചും നമ്മൾ എടുത്തു പറയേണ്ടുന്ന ചില സംഭവ വികാസങ്ങളുണ്ട്. ഫാറൂഖ് കോളേജിലെ ഒരു ബെഞ്ചിൽ നമ്മൾ ഒരുമിച്ചിരുന്നാൽ, ആൺകുട്ടികളും പെൺകുട്ടികളും ഒരു ബെഞ്ചിൽ ഒരുമിച്ചിരുന്നാൽ ഭൂകമ്പം സംഭവിക്കുമോ എന്ന് ചോദിച്ച മനുഷ്യരുണ്ടായിരുന്നു. അതങ്ങനെ പാടില്ല. ആൺകുട്ടികൾക്ക് ആൺകുട്ടികളുടേതും പെൺകുട്ടികൾക്ക് പെൺകുട്ടികളുടേതുമായ ഇടമുണ്ട് എന്ന് പറഞ്ഞപ്പോഴേ എന്തിനാണ് നിങ്ങൾ മത തീവ്രവാദത്തെ ക്യാമ്പസിലേക്ക് കൊണ്ടുവരുന്നത്? താലിബാനിസത്തെ നിങ്ങൾ എന്തിനാണ് ക്യാമ്പസിലേക്ക് കൊണ്ടുവരുന്നത്? എന്തിനാണ് നമ്മളുടെ പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും മനസ്സിലേക്ക് നിങ്ങൾ അങ്ങേയറ്റത്തെ അടിച്ചമർത്തപ്പെട്ട ഒരു സമൂഹത്തിനെ കുറിച്ച് അല്ലെങ്കിൽ അടിച്ചമർത്തപ്പെട്ട ഒരു ആശയത്തെ, ഒരു പഴഞ്ചൻ ആശയത്തെ എന്തിനാണ് നിങ്ങൾ കൊണ്ടുവരുന്നത് എന്നാണ് ചോദിച്ചത്. പക്ഷെ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക, നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് പെൺകുട്ടികളെ കുറിച്ചാണ്, ആൺകുട്ടികളെ കുറിച്ചാണ്. വൈകിട്ട് എന്താ പരിപാടി എന്ന് ചോദിച്ചാല് അതിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കുന്നവരാണ് നമ്മളുടെ പുരോഗമന പ്രസ്ഥാനം എന്ന് പറയുന്ന ഇടത് ലിബറൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ യുവതലമുറകൾ. അവർക്കറിയാം വൈകിട്ട് എന്താ പരിപാടി എന്ന് ചോദിച്ചാൽ അതിന്റെ അർത്ഥം ഒന്ന് വീശുകയല്ലേ എന്നതാണ് പറഞ്ഞതിന്റെ അർത്ഥമെന്ന് നമ്മളുടെ പുതിയ തലമുറയിലെ അല്ലെങ്കിൽ നമ്മളുടെ പുരോഗമന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ യുവജന പ്രസ്ഥാനത്തിനും വിദ്യാർത്ഥി സംഘടനയിലെ ആളുകൾക്കും അറിയാം. അതുകൊണ്ട് ലഹരിയിൽ അധിഷ്ഠിതമായ സുഖത്തിനു വേണ്ടിയും ആനന്ദത്തിനു വേണ്ടിയും നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെ കുറിച്ച് ആരും ചോദ്യം ചെയ്യുകയില്ല എന്ന് പറയുന്ന വാദങ്ങളിലേക്കാണ് ആളുകൾക്ക് ഇന്ന് താല്പര്യം. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഹദ്ദുകൾ, ഹുദൂദുകൾ, പരിധികൾ പ്രഖ്യാപിക്കുന്ന ഇസ്ലാം മതത്തിനെ സംബന്ധിച്ചിടത്തോളം അവർ പറയുക, ഇസ്ലാം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ പർദ്ദക്കുള്ളിൽ, ശിരോവസ്ത്രത്തിനുള്ളിൽ പെണ്ണിനെ അടിച്ചമർത്തുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് വത്തക്ക സമരം ഉണ്ടായത്. കോഴിക്കോടിലെ അതിപ്രശസ്തമായ ഒരു ക്യാമ്പസിൽ ഒരു അധ്യാപകൻ പെൺകുട്ടികളുടെ വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ട വർത്തമാനം പറഞ്ഞപ്പോഴാണ് അവിടെ വത്തക്ക സമരമുണ്ടായത്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അതിനെ ഏറ്റെടുക്കുകയും ലിബറൽ സമൂഹം അതിനെ ഏറ്റെടുക്കുകയും ചെയ്തത്. അങ്ങനെ പറഞ്ഞു, എന്തിനാണ് ഈ പർദ്ദ, എന്തിനാണ് ഹിജാബ്, എന്തിനാണ് ശിരോവസ്ത്രം? ഒരു സ്ത്രീയുടെ ശിരോവസ്ത്രം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് മുസ്ലിം സ്ത്രീകളെ അടിച്ചമർത്താനുള്ളതാണ് എന്ന് അവർ അതിനെ കുറിച്ച് പറഞ്ഞു. പക്ഷെ അപ്പോഴാണ് നമ്മൾ ഫ്രാൻസിലെ ഹിജാബ് നിരോധനവുമായി ബന്ധപ്പെട്ട് ഒരു കൂട്ടം പെൺകുട്ടികൾ നടത്തിയ ഒരു സമരത്തിനെ കുറിച്ച് നമ്മളൊന്ന് ഓർക്കേണ്ടത്. അവർ ആ സമയത്ത് എടുത്തുയർത്തിയ പ്ലക്കാർഡിൽ അവർ എഴുതിയിരുന്ന വാക്ക്, ഞാൻ എൻ്റെ തലയാണ് മറക്കുന്നത്, നോട്ട് മൈ ബ്രെയിൻ, എൻ്റെ തലച്ചോറല്ല മറക്കുന്നത്. ഞാൻ എൻ്റെ തലയാണ് മറക്കുന്നത്, അതെൻ്റെ തലച്ചോറിനെയല്ല ഞാൻ മറക്കുന്നത്. എൻ്റെ വിചാരങ്ങൾക്ക്, എൻ്റെ പഠനത്തിന്, എൻ്റെ കാഴ്ചപ്പാടിന്, എൻ്റെ വായനക്ക്, എൻ്റെ നിലപാടുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലെങ്കിൽ ഇസ്ലാം യാതൊരു റദ്ദും കൽപ്പിച്ചിട്ടില്ല. മറിച്ച് ഞാൻ എൻ്റെ ശിരോവസ്ത്രം അണിയുന്നതിന്, ഇസ്ലാമികമായ വസ്ത്രധാരണം ധരിക്കുമ്പോഴേക്കും പഴഞ്ചരെന്ന് മുദ്രകുത്തുന്ന നിങ്ങളുടെ പുരോഗമനവാദത്തെ കുറിച്ച് ഞങ്ങൾക്കൊന്ന് സംസാരിക്കേണ്ടതുണ്ട്. സ്ത്രീകളുടെ പുരോഗമനം എന്ന് പറയുമ്പോൾ അവൾ ആൺകുട്ടികളുടെ വസ്ത്രം ധരിക്കുമ്പോഴാണ് നിങ്ങൾ പുരോഗമനമുള്ളവരാവുക. അപ്പോഴാണ് നിങ്ങൾക്ക് ചാടാൻ സാധിക്കുക, ഓടാൻ സാധിക്കുക, നിങ്ങൾക്ക് നിങ്ങളുടെ സർഗാത്മക ആവിഷ്കാരങ്ങൾക്ക് സാധിക്കുക എന്നതാണ് ഇന്നത്തെ ലിബറലുകളുടെ സംസാരം. അതുകൊണ്ടാണ് ജെൻഡർ ന്യൂട്രൽ യൂണിഫോമിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യേണ്ടി വരുന്നത്. കേരളത്തിലെ പ്രമുഖമായ ഒരു കലാലയത്തിലെ ഒരു സ്കൂളിൽ ജെൻഡർ ന്യൂട്രൽ വസ്ത്രം അടിച്ചേൽപ്പിക്കപ്പെടുമ്പോൾ അവിടെയുള്ള പെൺകുട്ടികൾ, പ്രത്യേകിച്ച് മുസ്ലിം പെൺകുട്ടികൾ, അവർ പറയുന്നത് ഞങ്ങൾക്ക് കംഫർട്ട് ആണല്ലോ,
കംഫർട്ടബിൾ ആയ ഒരു വസ്ത്രത്തെക്കുറിച്ച്, ഞങ്ങൾക്ക് ആപ്റ്റായ ഒരു വസ്ത്രത്തെക്കുറിച്ച് നിങ്ങൾ എന്തിനാണ് നോ പറയുന്നത്? ഞങ്ങളുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണല്ലോ ഞങ്ങൾ പറയുന്നത് എന്നാണ്. അപ്പോൾ തിരിച്ചവരോടൊരു ചോദ്യം ചോദിച്ചു, അല്ല കുട്ടികളെ, നിങ്ങൾ പെൺകുട്ടികളാണല്ലോ, അപ്പോൾ കാലങ്ങളായി ആൺകുട്ടികൾ ധരിച്ചു കൊണ്ടിരുന്ന ഒരു വസ്ത്രം നിങ്ങൾ ധരിക്കുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് പുരോഗമനം സാധ്യമാവുക എന്ന് പറയുന്നതിന് പിന്നിലെ സ്ത്രീവിരുദ്ധതയെക്കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കുക. അപ്പോഴാണ് അവർ തിരിച്ചു പറയുന്നത്, ആൺകുട്ടികളുടെ വസ്ത്രമാണെന്നത് ആരാണ് പറഞ്ഞത്? നിങ്ങളല്ലേ പറഞ്ഞത്. ഇവിടെയുള്ള മതങ്ങളാണത് പറഞ്ഞത്, ഇവിടെയുള്ള പുരുഷാധികാരി പ്രവണതയുള്ള സമൂഹമാണത് പറഞ്ഞത്, ആണുങ്ങളുടെ വസ്ത്രമാണെന്നത്. ഞങ്ങൾക്കത് പ്രത്യേകിച്ച് ആൺ പെൺ വസ്ത്രം എന്നൊന്നുമില്ല, അത് മതങ്ങൾ പറയുന്ന ഒന്നാണല്ലോ, ഒരു കാറ്റഗറി ആണല്ലോ ആൺ പെൺ വസ്ത്രം എന്നുള്ളത്. അപ്പോൾ തിരിച്ചവരോട് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം, അല്ല എങ്കിൽ നിങ്ങൾ സാരിയോ പാവാടയോ ഉടുത്ത് അടുത്ത ദിവസം നിങ്ങളുടെ ക്ലാസ്സിലെ ആൺകുട്ടികൾ അല്ലെങ്കിൽ അവിടെയുള്ള പ്രധാന അധ്യാപകൻ, അതല്ല എങ്കിൽ അവിടെയുള്ള അധ്യാപക സുഹൃത്തുക്കൾ വരുമെന്നത് നിങ്ങളൊന്ന് കൺസെപ്റ്റ് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കുക. അവരൊരിക്കലും അത് ഏറ്റെടുക്കില്ല, കാരണം അവർക്കത് പെണ്ണിന്റെ വസ്ത്രമാണ്. അപ്പോൾ നിങ്ങൾ ആൺകുട്ടികളുടെ വസ്ത്രങ്ങൾ ധരിക്കുമ്പോൾ, അവനെ പോലെ മുടിമുറിക്കുമ്പോൾ, അവനെ പോലെ നടക്കുമ്പോൾ, അവനെ പോലെ മാനറിസങ്ങൾ നിങ്ങളുടെ ശരീരഭാഷയിൽ ഉണ്ടാകുമ്പോഴാണ് നിങ്ങൾ പക്വതയുള്ള ധീരതയുള്ള ഒരു പെൺകുട്ടിയായി ചിത്രീകരിക്കപ്പെടുക എന്ന് പറയുന്ന പുരോഗമനവാദത്തിന്റെ വിരോധാഭാസം നമ്മളൊന്ന് ആലോചിച്ചു നോക്കുക. നിങ്ങൾ വസ്ത്രം ധരിക്കുന്നിടത്തോളം നിങ്ങൾക്ക് പുരോഗമനം നഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത്. നിങ്ങൾ ആൺ പെൺകുട്ടികളുമായിട്ട് എത്രമാത്രം മിങ്കിളാകുന്നോ, ഇടപഴകി ജീവിക്കുന്നുവോ, ഇടകലർന്ന് ജീവിക്കുന്നുവോ, അപ്പോഴാണ് നിങ്ങൾക്ക് സ്വാതന്ത്ര്യം സംഭവിക്കുക എന്നാണ് പറയുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ ഇവിടെയുള്ള സർക്കാർ ആലോചിക്കുന്നത് എന്നതിലേക്കാണ് നമ്മൾ ഗൗരവപൂർവ്വം ചർച്ച ചെയ്യേണ്ടത്. ആൺ പെൺ എന്ന ബൈനറികളില്ലാതെ ആണും പെണ്ണും ഇടകലർന്ന് ജീവിക്കുന്ന ഒരു സമൂഹമാണ് യഥാർത്ഥത്തിൽ കമ്മ്യൂണിസത്തിനും ലിബറലിസത്തിനും ആവശ്യം. അവിടെ ആൺ പെൺ ബൈനറികൾ പാടില്ല. ആണിനും പെൺകുട്ടികൾക്കും വേറെ വേറെ ടോയ്ലറ്റുകളിലോ വേറെ വേറെ ലൈബ്രറികളോ വേറെ വേറെ ബെഞ്ചുകളോ ഇരിപ്പിടങ്ങളോ ഇല്ലാത്ത ഒരു സോഷ്യൽ കൺസെപ്റ്റാണ് യഥാർത്ഥത്തിൽ ഇവിടെയുള്ള ലിബറൽ വാദികളായ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനുള്ളത് എന്ന അപകടം തീർച്ചയായും മുസ്ലിം സമുദായമായ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് എന്നതാണ് ഈ വിഷയത്തിൽ ആദ്യമേ എനിക്ക് പറയാനുള്ളത്. നമുക്കറിയാം, ലോക സൃഷ്ടാവായ ദൈവം തമ്പുരാൻ ആണിനെയും പെണ്ണിനെയും സൃഷ്ടിച്ചത് വ്യത്യസ്ത രീതികളിലാണ് എന്നുള്ളത് മനുഷ്യരെ മാത്രം നോക്കിയാൽ മനസ്സിലാകുന്ന കാര്യമല്ലല്ലോ. മനുഷ്യനെ മാത്രമല്ല നമുക്ക് നോക്കിയാൽ മനസ്സിലാവുക, നമുക്ക് ചുറ്റും ജീവിച്ചു കൊണ്ടിരിക്കുന്ന, നമ്മുടെ കൂടെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന പൂവും പൂമ്പാറ്റയും അടക്കാം, നമ്മുടെ കൂടെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ആനയും മയിലുമടക്കം ഏതേത് സസ്യലതാദികളിലും ജീവികളിലും നമുക്ക് ആണിന്റെയും പെണ്ണിന്റെയും സൃഷ്ടിപ്പിലെ വൈരുദ്ധ്യത്തെക്കുറിച്ച്, വ്യത്യാസങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ ഈ ബുദ്ധിയുമായിട്ട്, ഈ ശാസ്ത്രവുമായിട്ട് നമുക്ക് മുമ്പിൽ വരേണ്ടതില്ല. ആണും പെണ്ണും തമ്മിൽ യാതൊരു അതിർവരമ്പുകളും പാടില്ല. അവർ അവരുടെ സ്വാതന്ത്ര്യവും അർമാദവും അവരുടെ ആഘോഷവും ആനന്ദവും അവർ മുന്നോട്ട് കൊണ്ടുപോവട്ടെ എന്നതാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ലിബറൽ വാദങ്ങളുടെ അടിത്തറ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പക്ഷെ ആർക്കാണ് നഷ്ടം സംഭവിക്കുന്നത്? UK-യില് 2011 നടന്ന ഒരു പഠനമുണ്ടായിരുന്നു. അതിൽ അവർ കണ്ടെത്തിയ ഒരു വിവരമായിരുന്നു, 1.5 മില്യൺ സ്ത്രീകളാണ് സിംഗിൾ പാരന്റിങ് നടത്തുന്നത്. എന്ന് പറഞ്ഞാല് ഭർത്താവില്ലാതെ മക്കളെ പോറ്റേണ്ടി വരുന്നത് 1.5 മില്യൺ സ്ത്രീകളാണ് എന്നാണ് UK-യിൽ നടത്തിയ ഒരു പഠനത്തിൽ നിന്ന് മനസ്സിലായത്. ആരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണോ അവർ വാദിച്ചത്? ആർക്കാണ് ഇപ്പോൾ സ്വാതന്ത്ര്യം കിട്ടിയത്? ആരാണ് ഈ ലിബറൽ വാദങ്ങളെ സുഖിക്കുന്നത് എന്ന് നമ്മളൊന്ന് ആലോചിച്ചു നോക്കുക. എന്ത് നല്ല കൺസെപ്റ്റിനെ കുറിച്ചാണ് അവർ പറയുന്നത്. ലിവിങ് ടുഗദറിനെ കുറിച്ചാണ് അവർ പറയുന്നത്. വരൂ, നമുക്ക് കുറച്ചുനാൾ ഒരുമിച്ച് ജീവിക്കാം. വിവാഹം എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് എതിരായിട്ടുള്ളതാണ്. കുടുംബം എന്ന കൺസെപ്റ്റ് സ്ത്രീകൾക്ക് എതിരായിട്ടുള്ളതാണ്. അവരുടെ സ്വാതന്ത്ര്യം ഇല്ലാതാക്കുന്നതാണ് കുടുംബം എന്ന കൺസെപ്റ്റ് എന്നാണ് ലിബറൽ വാദങ്ങളുടെ അടിത്തറ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് നിങ്ങൾ വിവാഹം ചെയ്യരുത്, നിങ്ങൾ ലിവിങ് ടുഗദർ എന്ന കൺസെപ്റ്റിലേക്ക് വരിക. ഓക്കെ, ലിവിങ് ടുഗദർ എന്ന കൺസെപ്റ്റിലേക്ക് വന്നാൽ അതിനുശേഷം ഇവരും ഒരുമിച്ച് ജീവിച്ചു. അതിനുശേഷം കുറെ കാലങ്ങൾക്ക് ശേഷം അവർക്കൊരു കുഞ്ഞുണ്ടായി എന്ന് വിചാരിക്കുക. കുഞ്ഞുണ്ടായതിനു ശേഷം അവർ തീരുമാനിക്കുന്നു, നമ്മൾ തമ്മിലുള്ള കെമിസ്ട്രി ശരിയില്ല, നമുക്ക് രണ്ടുപേർക്കും രണ്ട്
വഴിയിലൂടെ പിരിഞ്ഞു പോകാമെന്ന് തീരുമാനിച്ചാൽ അവർക്ക് ജനിക്കുന്ന കുഞ്ഞിനെ കുറിച്ച് ആരാണ് വർത്തമാനം പറയുക എന്ന് ചോദിക്കുന്നിടത്ത് നിൽക്കുന്നു ഈ വാദങ്ങളുടെയൊക്കെയും പ്രസക്തി എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനിലെ ഇദ്ദയുമായി ബന്ധപ്പെട്ട ഒരു വർത്തമാനം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അതിൽ റബ്ബ് പറയുന്ന ഒരു കാര്യമുണ്ട്, ലാ യഹില്ലു ലഹും അയ്യക്തുമുന മാ ഖലഖല്ലാഹു ഫി അർഹാമിഹിന്ന. ഒരിക്കലും നിങ്ങളുടെ ഗർഭാശയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മറച്ചു വെച്ചിരിക്കുന്ന ഭ്രൂണത്തെ മറച്ചു വെക്കുക എന്നുള്ളത്, അതിനെക്കുറിച്ച് ആരോടും പറയാതിരിക്കുക എന്നത് നിങ്ങൾക്ക് അനുവദനീയമല്ല എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. നിങ്ങൾ ഓർത്തു നോക്കുക, ഇസ്ലാമിനെ കുറിച്ചും മനുഷ്യാവകാശത്തെക്കുറിച്ചും ഒരു വ്യക്തി സ്വാതന്ത്ര്യത്തെക്കുറിച്ചും വ്യക്തിയുടെ സ്പേസിനെ കുറിച്ചും വർത്തമാനം പറയുന്ന ഇസ്ലാമാണ് പറയുന്നത്, ആണാവട്ടെ പെണ്ണാവട്ടെ നിങ്ങൾക്ക് വേറെ ദാമ്പത്യ ജീവിതത്തെ കുറിച്ച് തിരഞ്ഞെടുക്കാം, നിങ്ങൾക്ക് വേറെ ദാമ്പത്യ ജീവിതത്തിലേക്ക് പ്രവേശിക്കാം. പക്ഷെ അപ്പോഴും പെണ്ണെ, നിന്റെ ഗർഭാശയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുള്ള ഭ്രൂണത്തെ മറച്ചു വെക്കുക എന്നത്, ഞാൻ പ്രഗ്നന്റ് ആണ് എന്ന് പറയുക തന്നെ വേണം, അത് മറച്ചു വെക്കുക എന്നത് നിനക്ക് അനുവദനീയമല്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നെ കുറിച്ച് സംസാരിക്കാൻ ഈ ഭൂമി ലോകത്തും ആരുമില്ല എങ്കിലും അതിനെക്കുറിച്ച് സംസാരിക്കുന്ന റബ്ബുണ്ട് എന്നുള്ള ഒരു ഇസമാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം പഠിപ്പിച്ചു തരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെയാണ് ചില വിഷയങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ലിവിങ് ടുഗദറിലൂടെ നമ്മൾ ഒരുമിച്ച് ജീവിക്കാമെന്ന് പറയുന്ന ആളുകൾ തന്നെ അത്തരത്തിൽ ജീവിതത്തിലേക്ക് പ്രവേശിച്ചതിന് ശേഷവും എന്തുകൊണ്ടായിരിക്കാം ഇതിൽ 8 അധികം ഒരുപാട് ഇരട്ടി അധികം സ്ത്രീകൾ എന്തുകൊണ്ടായിരിക്കാം സിംഗിൾ പാരന്റിങ്ങുമായിട്ട് മുന്നോട്ട് പോകുന്നത് എന്നാണ്. പുരുഷന്മാർ വളരെ കുറവാണ് താനും. കാരണം തങ്ങളെ ആശ്രയിച്ച് കഴിയുന്ന കുട്ടികളുള്ള സ്ത്രീകളാണ് കൂടുതൽ, അതിൽ പുരുഷന്മാരല്ല എന്ന് പറഞ്ഞാൽ എന്നെ അർത്ഥം, എനിക്ക് ഇഷ്ടം പോലെ സ്ത്രീകളെ ആസ്വദിച്ച് മുന്നോട്ട് പോവാൻ എൻ്റെ പേരിൽ ഒരു കുടുംബമോ കുട്ടികളോ ബാധ്യതയില്ല എന്ന് പറഞ്ഞാൽ പുരുഷന് നൽകുന്ന സുഖങ്ങളുടെ, പുരുഷന് നൽകുന്ന സ്വാതന്ത്ര്യത്തിന്റെ ശക്തിയുള്ളവന് നൽകുന്ന സ്വാതന്ത്ര്യത്തിന്റെ പേരാണ് യഥാർത്ഥത്തിൽ ലിബറലിസം. ഈ വാദമാണ് യഥാർത്ഥത്തിൽ നിലവിലുള്ള ഫെമിനിസ്റ്റ്, ലിബറൽ, കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ, പ്രത്യയശാസ്ത്രം നമ്മുടെ യുവത്വത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇസ്ലാമിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഒരു സ്ത്രീയുടെ ഇടത്തിനെ കുറിച്ച്. അത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ റബ്ബ് സുബ്ഹാനഹു വ തആല പെണ്ണിനെ ഒട്ടാകെ അടച്ചുമൂടി ഇല്ലാതാക്കണം എന്ന് പറയുന്നില്ല. മറിച്ച് അവളുടെ വിദ്യാഭ്യാസത്തിന്, അവളുടെ സംസ്കാര സമ്പന്നയായ ഒരു മനുഷ്യനെ സൃഷ്ടിക്കുക എന്നുള്ളത് അവളുടെ സാമൂഹിക ഇടപെടലുകൾക്ക് കൃത്യമായിട്ടുള്ള ഇടം നൽകുന്നു ഇസ്ലാം. പക്ഷെ അപ്പോഴും നിങ്ങൾ സഞ്ചരിക്കേണ്ടുന്ന, നിങ്ങൾ പറയേണ്ടുന്ന, നിങ്ങൾ ഇടപെടേണ്ടുന്ന മേഖലകളിൽ ആണും പെണ്ണും തമ്മിൽ ഇടപെടുമ്പോൾ, ഒരു സമൂഹത്തിൽ പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾ സൂക്ഷിക്കേണ്ടുന്ന മര്യാദകളെ കുറിച്ച് കൃത്യമായിട്ട് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. ആ അധ്യാപനങ്ങളെ കൂടി നെഞ്ചേറ്റുമ്പോൾ മാത്രമാണ് ഒരു സ്ത്രീ വിപ്ലവകാരി ഉണ്ടാവുകയുള്ളൂ എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അമേരിക്കയിൽ നടന്ന ഒരു പഠനത്തിൽ അവര് അബോർഷൻ വേണം, ഞങ്ങൾക്ക് അബോർഷൻ ലഭ്യമാക്കണം എന്ന് പറഞ്ഞ ഒരു പഠനം നടത്തി ഒരു വാദഗതി മുന്നോട്ട് വെച്ചു. അബോർഷൻ ഞങ്ങൾക്ക് അനുവദിച്ചു തരണം. അതുമായി ബന്ധപ്പെട്ട് അവർ മുന്നോട്ട് വെച്ചുന്ന ആശയം തീർച്ചയായും ഇഷ്ടമില്ലാത്ത ദാമ്പത്യത്തിൽ അകപ്പെട്ടു വരുന്ന ഒരു ദമ്പതികളെ സംബന്ധിച്ചിടത്തോളം, ഭാര്യ ഭർത്താക്കന്മാരിൽ ഇഷ്ടമില്ല, അവർക്ക് തമ്മിൽ പ്രണയമില്ല, അവരങ്ങനെ ജീവിച്ചിരിക്കുന്ന സമയത്താണ് അവർക്കിടയിൽ ഒരു കുഞ്ഞ് ജനിക്കുന്നതെങ്കിൽ അത്തരം കുഞ്ഞുങ്ങൾ ധാരാളമായി ലഭിക്കുന്നത് കൊണ്ട് അവർ ക്രിമിനലുകളാകുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് അത്തരം ദാമ്പത്യ ജീവിതത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അബോർഷന് സമ്മതം തരണം എന്നതായിരുന്നു അമേരിക്കയിലെ ഒരു കൂട്ടം ആളുകളുടെ പരാതി. അതുമായി ബന്ധപ്പെട്ട് വാദഗതികൾ കേട്ടു. അങ്ങനെ അബോർഷന് പെർമിഷൻ നൽകുന്ന സമയത്ത് അവർ പറഞ്ഞു, അതെ, കുട്ടിക്കുറ്റവാളികൾ ധാരാളമായി ഉണ്ടാകുന്ന ഒരു സമൂഹത്തിന് തീർച്ചയായും ഇത് കാരണമായേക്കാം, സൃഷ്ടിക്കപ്പെട്ടേക്കാം. അതുകൊണ്ട് ഇത്തരം ദാമ്പത്യ ജീവിതത്തിൽ കഴിയുന്ന ആണിനും പെണ്ണിനും ഇടയിൽ ജീവിക്കുന്ന കുഞ്ഞിനെ വേണ്ടെന്ന് വെക്കുവാൻ ഇവർക്ക് അനുവാദമുണ്ട് എന്നതായിരുന്നു ആ വാദം. പക്ഷെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, ലഹരിയുമായി ബന്ധപ്പെട്ട് നമ്മളുടെ ലിബറൽ വാദികൾ പറയുന്ന വർത്തമാനം എന്താണെന്നറിയുമോ? ഞങ്ങളൊരു റൂമിന്റെ മൂലയിലിരുന്ന് ആരും കാണാതെ ഞാനും എൻ്റെ കൂട്ടുകാരും കള്ളു കുടിക്കുന്നതിനെതിരെ, മദ്യപിക്കുന്നതിനെതിരെ, ലഹരി ഉപയോഗിക്കുന്നതിനെതിരെ നിങ്ങൾ എന്തിനാണ് വർത്തമാനം പറയുന്നത്? ഞങ്ങളുടെ ഇഷ്ടവും ആനന്ദവും ഇല്ലാതാക്കി കളയുവാൻ നിങ്ങൾ എന്തിനാണ് ശ്രമിക്കുന്നത് എന്നാണ്. പക്ഷെ നമ്മളൊന്ന് ആലോചിച്ചു നോക്കുക, നേരത്തെ പറഞ്ഞ അതേ കാരണം എടുത്തു പരിശോധിച്ചു നോക്കിയാൽ ഇങ്ങനെ മദ്യം കഴിക്കുന്ന, ലഹരി ഉപയോഗിക്കുന്ന ആളുകൾ എങ്ങനെയാണ് സമൂഹത്തിന് അപകടകാരികളാകുന്നത് എന്ന് കേരളത്തിൽ നടന്ന സ്ത്രീ പീഡന കേസുകൾ എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.
മുക്കിനും മൂലക്കും ഇനിയും ബാറുകൾ ഞങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുമെന്ന് പറയുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഒരു പാർട്ടിയാണ്, ഒരു സർക്കാരാണ് സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി മറുപുറത്ത് വാദിക്കുന്നത് എന്ന് പറയുന്ന വിരോധാഭാസത്തെ കുറിച്ച് തീർച്ചയായും നമ്മൾ ബോധവാന്മാരാകേണ്ടതുണ്ട്. ഗാർഹിക പീഡനങ്ങളിലും ഇവിടെ നടക്കുന്ന റേപ്പ് കേസുകളിലും ഏറ്റവും കൂടുതൽ പ്രതിയാകുന്ന മനുഷ്യരെ കുറിച്ചുള്ള പഠനം നടത്തിയ കൃത്യമായിട്ടുള്ള അന്വേഷണങ്ങൾ പറയുന്നത് അവർ ധാരാളമായി ലഹരി പദാർത്ഥങ്ങളും മദ്യവും ഉപയോഗിച്ചിരുന്നു എന്നതാണ്. മദ്യത്തെക്കുറിച്ചോ ലഹരിയെക്കുറിച്ചോ കമാന്നൊരക്ഷരം മിണ്ടാത്തവരാണ് ആ ഫെമിനിസ്റ്റ് പാർട്ടികളാണ്, ആ ലിബറൽ വാദികളാണ് സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി വാദിച്ചു കൊണ്ടേയിരിക്കുന്നത് എന്നാണ്. ഞാൻ നിർത്തുകയാണ്. ഇസ്ലാമിലെ സ്ത്രീയെ കുറിച്ച് സംസാരിച്ചു കൊണ്ടേയിരിക്കുമ്പോൾ ആളുകൾ പറയുന്ന വർത്തമാനങ്ങളുമുണ്ട്. അനന്തരാവകാശത്തിൽ പകുതി ലഭിക്കുന്ന ആളുകൾ. പക്ഷെ ഇസ്ലാം പറയുന്നുണ്ട്, അനന്തരാവകാശത്തിൽ പകുതി ലഭിച്ച സ്ത്രീയുടെ സ്വത്ത് അവളുടെ കുടുംബത്തിന് വേണ്ടിയോ അവളുടെ വീടിന് വേണ്ടിയോ മക്കൾക്ക് വേണ്ടിയോ ചെലവഴിക്കേണ്ടതല്ല. അത് അവൾക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. അവളുടെ സംരക്ഷണവും മക്കളുടെ സംരക്ഷണവും അവളുടെ സകല ചുമതലകളും ഉള്ളത് അത് പുരുഷനാണെന്ന് പറയുന്നതിന്റെ കൺസെപ്റ്റിനെ കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ? വനിതാ ശിശു വികസന കമ്മിറ്റി ഈ അടുത്തൊരു വീഡിയോ പുറത്തിറക്കിയിരുന്നു. സ്ത്രീധനത്തിനെതിരെയായിരുന്നു ആ വീഡിയോ. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. 6-ാം നൂറ്റാണ്ടിലെ പഴഞ്ചൻ പ്രസ്ഥാനമെന്നും പഴഞ്ചൻ ആശയമെന്നും പഴഞ്ചൻ ദർശനമെന്നും നിങ്ങൾ പരിഹസിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ആശയമാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സ്ത്രീകൾ ആവശ്യപ്പെടുന്ന മഹർ നൽകി ഒരു പെണ്ണിനെ നീ വിവാഹത്തിലേക്ക് ക്ഷണിക്കണം, ഇത് സ്ത്രീധനമെന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഇസ്ലാമില്ല. മറിച്ച് മഹറാണുള്ളത് എന്ന് പറയുന്നത് 6-ാം നൂറ്റാണ്ടിലെ പുരോഗമനം തീരെയില്ലാത്ത പഴഞ്ചൻ ആശയം എന്ന് നിങ്ങൾ വിളിക്കുന്ന ഇസ്ലാമാണ്. പക്ഷെ ഇന്ന് SFIയുടെ ക്യാമ്പസിലെ പ്ലക്കാർഡുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും നോ സ്ത്രീധനം. 2021 അവർക്കങ്ങനെ പറയേണ്ടി വന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തിനധികം സ്ത്രീകൾക്ക്, മുസ്ലിം സ്ത്രീകൾക്ക് ഇഹലോകത്ത് മാത്രമല്ല ഭൂമിയിൽ അവൾക്കൊരു സ്പേസുമില്ല എന്നാണ് പറയുന്നത്. അപ്പോഴും അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഭൂമിയിൽ മാത്രമല്ല അവർക്ക് സ്വർഗത്തിലും സ്പേസ് ഇല്ല, ഇടമില്ല. കാരണം സ്വർഗത്തിലുള്ളത് ഹൂറില്യങ്ങളാണ്. ഹൂറന്മാരില്ലാത്ത ഒരു സ്വർഗത്തെ കുറിച്ചാണ് പറയുന്നത്. ക്ലബ് ഹൗസിലെ ഒരു സമയത്തെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായിരുന്നു അത്. ഹൂറല്യങ്ങൾ മാത്രമുള്ള ഹൂറന്മാരില്ലാത്ത ഒരു സ്വർഗം. അല്ലയോ പെണ്ണെ, നീ എന്തിനാണ് ഇങ്ങനെ പഴഞ്ചൻ പർദ്ദയും ഹിജാബും ഇട്ട് നടക്കുന്നത്? അവിടെ നിനക്ക് ഹൂറന്മാരില്ലല്ലോ. സ്വർഗം പോലും നിഷേധിക്കപ്പെട്ട മുസ്ലിം സ്ത്രീകളെ കുറിച്ച് വല്ലാത്ത ആശങ്ക തോന്നി നമ്മളുടെ പുരോഗമന പ്രസ്ഥാനങ്ങൾക്ക് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് വിശുദ്ധ ഖുർആനിലെ ആസിയ ബീവിയെ കുറിച്ചുള്ള, ഫറോവ ചക്രവർത്തിയുടെ ഭാര്യയായ ഇണയായ ആസിയ ബീവിയെ കുറിച്ചുള്ള ഒരു വരി വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണുവാൻ സാധിക്കും. റബ്ബനി ബിനിലി ഇൻദക ബൈതൻ ഫിൽ ജന്ന വനജ്നി മിൻ ഫിർഔന വഅമലിഹി എന്നുള്ള പ്രാർത്ഥനയാണത്. നാഥ, എനിക്ക് നിന്റെ സ്വർഗ്ഗത്തിൽ അതിമനോഹരമായ ഒരു കുടിൽ തന്ന് നീ എന്നെ അനുഗ്രഹിക്കണമെന്ന പ്രാർത്ഥനയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അനുയായികൾക്കും സത്യവിശ്വാസികൾക്ക് മാത്രമല്ല സത്യവിശ്വാസികൾക്കും മാതൃകയായി പറഞ്ഞ ആസിയ ബീവിയുടെ സ്ഥാനം യഥാർത്ഥത്തിൽ സ്വർഗത്തിൽ എവിടെയാണ്? നിങ്ങൾ പറഞ്ഞല്ലോ സ്വർഗത്തിലും ഇടമില്ലാത്തവളെന്ന്. ഇസ്ലാമിക ചരിത്രത്തിൽ ആദ്യ രക്തസാക്ഷി ആരെന്ന് നിങ്ങളൊന്ന് വെറുതെ ഇസ്ലാമിന്റെ ചരിത്രമെന്ന് എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ സുമയ്യ ബിൻത് ഖയ്യാത്ത് എന്ന് പറയുന്ന പെണ്ണിനെയാണ് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുക. കറുത്ത കാപ്പിരിയായ അടിമയായ സുമയ്യ ബിൻത് ഖയ്യാത്തിനെയാണ് ഇസ്ലാമിക ചരിത്രത്തിലെ ആദ്യത്തെ രക്തസാക്ഷി പട്ടികയിൽ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുക. അവരില്ലാത്ത സ്വർഗത്തിനെ കുറിച്ച് ഇസ്ലാമിനെ സങ്കല്പിക്കുവാനും സാധ്യമല്ല എന്നത് നിങ്ങൾ എന്നെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടോ? വസ്ത്രധാരണത്തിനെ കുറിച്ച് സംസാരിച്ചപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതൊരു വാദഗതിയിലേക്കാണ് ഇവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നറിയുമ്പോൾ അടുത്തിരുന്നാൽ പ്രശ്നമില്ലാത്ത, ഒരു ചുംബന സമരം നടത്തിയാൽ പ്രശ്നമില്ലാത്ത, ആർത്തവത്തിന്റെ പേരിൽ രക്തം പുരണ്ട സാനിറ്ററി പാഡുകൾ നോട്ടീസ് ബോർഡുകളിൽ അത് പതിക്കുമ്പോഴാണ് വിപ്ലവം സാധ്യമാവുക എന്ന് പറയുന്ന ഒരു അരാജകവാദത്തിനെ കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കുക. കുടുംബമാണ് പെണ്ണിന് പ്രശ്നമുണ്ടാക്കുന്നത് എന്ന് പറയുമ്പോൾ ഒരു കുടുംബത്തിലെ ഓരോ മനുഷ്യർക്കുമുള്ള ഉത്തരവാദിത്തങ്ങളെ കുറിച്ചും ബാധ്യതകളെ കുറിച്ചും ഇസ്ലാം കൃത്യമായിട്ട് പറയുന്നുണ്ട്. നമ്മൾ പറയാറുണ്ട് നമുക്ക് വ്യക്തിപരമായിട്ട് സമ്പാദിക്കുക എന്നതാണ്, പെണ്ണ് ഏൺ ചെയ്യുക. അവരുടെ വാദമാണത്. പെണ്ണ് അവൾക്ക് ജോലി ഉണ്ടാവണം, അവൾക്ക് പ്രസക്തി ഉണ്ടെന്നാണ്.
ജോലിയില്ലാത്ത പെണ്ണിനെയും ഇസ്ലാം കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. നീ പണിയെടുക്കണമെന്ന് ഒരു പുരുഷനും കണ്ണുരുട്ടി അവളോട് പറയാൻ സാധിക്കില്ല എന്ന വിപ്ലവത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? നിങ്ങൾ ആ വിപ്ലവത്തെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കുക. ഞാൻ പഠിച്ചിട്ടുണ്ട്, എനിക്ക് സാമൂഹിക സേവന മേഖലയിൽ പ്രവർത്തിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷേ എനിക്ക് ജോലി ചെയ്യാൻ ഇപ്പോൾ താല്പര്യമില്ല. ഞാൻ പ്രഗ്നന്റ് ആണ്, ഞാൻ പാലൂട്ടുന്ന ഒരു സ്ത്രീയാണ്. അതുകൊണ്ട് എനിക്ക് ഡബിൾ ബേർഡൻ, ഇരട്ട ഭാരം തൽക്കാലം എനിക്കിപ്പോൾ ആഗ്രഹമില്ല, ഞാൻ ജോലി എടുക്കുന്നില്ല എന്ന് പറയുന്ന മുസ്ലിം പെണ്ണിന്റെ ശാക്തീകരണത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? നമുക്ക് ഒരുപോലെ സമ്പാദിക്കാം, അതാണ് പുതിയ വാദമാണ്. നമുക്ക് ഒരുപോലെ സമ്പാദിക്കാം, ഒരുപോലെ ചെലവഴിക്കാം. പക്ഷേ റബ്ബ് സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ അരിജാല് ഖവ്വാമൂന അലൻ നിസാ എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് പെണ്ണിന്റെ കൈകാര്യകർത്തൃത്വം നിങ്ങൾക്ക് നൽകിയതെന്ന് ചോദിച്ചാൽ നിങ്ങൾ അവർക്ക് വേണ്ടി ചിലവഴിക്കുന്നത് കൊണ്ട് എന്നാണ്. ഇസ്ലാമിലെ ഒരു അധികാരവും അത് അലങ്കാരമല്ല, മറിച്ചൊരു ഉത്തരവാദിത്തമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അവിടെ വെച്ചാണ് നിങ്ങൾ പൊസിഷനെ കുറിച്ച് വർത്തമാനം പറയേണ്ടത്. സ്ത്രീകളുടെ പൊസിഷനെ കുറിച്ചും പുരുഷന്റെ പൊസിഷനെ കുറിച്ചും നിങ്ങൾ അങ്ങനെയാണ് വർത്തമാനം പറയേണ്ടത്, ഇസ്ലാമിലെ ഒന്നും. അതുകൊണ്ടാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്ന ഭരണാധികാരിയെ കുറിച്ച് നമ്മൾ അഭിമാനത്തോടുകൂടി ആ ചരിത്രം നമ്മൾ പരിശോധിക്കുന്നത്. യൂഫ്രട്ടീസ് നദിയുടെ തീരത്ത് ഒരു ആട്ടിൻ കുഞ്ഞാണ് മരിച്ചു കിടക്കുന്നത് എങ്കിൽ, അത് വിശപ്പ് മൂലമാണ് മരിച്ചു കിടന്നതെങ്കിൽ, ആ പേരിൽ ഞാൻ നാഥന്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരുമെന്ന് പറയുന്ന ഒരു ഭരണത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് സംസാരിക്കാനുള്ളത്? അഴിമതിരഹിത രാഷ്ട്രത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് വർത്തമാനം പറയാനുള്ളത്? ഒരിക്കൽ മക്ക വിജയത്തിന്റെ സമയത്ത് ഫാത്തിമ എന്ന് പറയുന്ന ഒരു സ്ത്രീ മോഷ്ടിച്ചുവത്രേ. ആ മോഷ്ടണ വാർത്ത സയ്യിദ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് ഫാത്തിമയുടെ കുടുംബം വന്ന് പറയുകയാണ്. എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, സയ്യിദിനോട് പറഞ്ഞു, അല്ലയോ സയ്യിദ്, പ്രവാചകന്റെ അടുക്കൽ ചെന്നുകൊണ്ട് ഫാത്തിമക്ക് വേണ്ടി നീ ഒന്ന് വാദിക്കണം. അവൾ വലിയ കുടുംബക്കാരിയാണ്, തറവാട്ട് മഹിമയുള്ളവരാണ്. ആദ്യം സയ്യിദ് ഒന്ന് മടിച്ചു, പക്ഷേ പിന്നീട് നിർബന്ധിച്ചപ്പോഴേ ആ വിഷയം പ്രവാചകന്റെ അടുക്കലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു, അല്ലയോ പ്രവാചകരെ, ഫാത്തിമയെ കുറിച്ച് വർത്തമാനം പറയാനാണ് ഞാൻ വന്നത് എന്ന് പറഞ്ഞപ്പോഴേ പ്രവാചകന്റെ മുഖം വല്ലാതെ രോഷാകുലമായി എന്നാണ്. എന്നിട്ട് സയ്യിദിനോട് ചോദിക്കുന്ന ഒരു മറുപടിയുണ്ട്, അല്ലയോ സയ്യിദ്, റബ്ബ് കൽപ്പിച്ച ഒരു കൽപ്പനക്ക് എതിരെ പ്രവർത്തിക്കണമെന്നാണോ സയ്യിദെ താങ്കൾ ഉദ്ദേശിക്കുന്നത് എന്ന് സയ്യിദ് റളിയല്ലാഹു അൻഹുവിനോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്. അതിനുശേഷം പ്രവാചകൻ തന്റെ അനുയായികളെ അഭിമുഖീകരിച്ചു കൊണ്ട് പറയുന്ന ഒരു വർത്തമാനമുണ്ട്, നിങ്ങൾ സൂക്ഷിക്കണം. നിങ്ങൾക്ക് മുമ്പുള്ള ഒരു സമൂഹത്തെ റബ്ബ് എന്തുകൊണ്ടാണ് തകർത്ത് കളഞ്ഞത് എന്ന് ചോദിച്ചാൽ, അക്കൂട്ടരിലെ വലിയ മാന്യന്മാരായ പണക്കാരായ രാഷ്ട്രീയ സ്വാധീനമുള്ള ആളുകൾ തെറ്റ് ചെയ്താൽ അവരെ ശിക്ഷിക്കാതിരിക്കുകയും, സാധുക്കളായ ദരിദ്രരായ മനുഷ്യർ തെറ്റ് ചെയ്താൽ അവരെ ശിക്ഷിക്കുകയും ചെയ്യുന്ന ഒരു സാമൂഹിക സാഹചര്യം ആ സമൂഹത്തിൽ ഉണ്ടായിരുന്നു എന്ന് പ്രവാചകൻ പറയുന്നുണ്ട്. നിങ്ങൾ നീതിയെക്കുറിച്ചാണ് വർത്തമാനം പറയേണ്ടത്. ആണാവട്ടെ പെണ്ണാവട്ടെ വ്യത്യസ്തങ്ങളായ രൂപത്തോടുകൂടെ, അവരുടെ സൈക്കോളജി വ്യത്യസ്തമാണ്, ഫിസിയോളജിയും അനാറ്റമിയും വ്യത്യസ്തമാണ്. ഒരു പെണ്ണ് ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുമ്പോൾ ആണ് ചേർത്ത് പിടിക്കാനാണ് ആഗ്രഹിക്കുന്നത് എന്നത് റബ്ബിന്റെ സൃഷ്ടി വൈഭവമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കൊമ്പനാനയുടെ കൊമ്പെടുത്ത് വെച്ച് പിടിയാനൊക്കെ ഫിറ്റ് ചെയ്താൽ തീരുന്നതാണ് സ്ത്രീ ശാക്തീകരണവാദമെന്ന് ഇസ്ലാമിന് ഒരിക്കലും അഭിപ്രായമല്ല. മയിൽപീലി അല്ലെ, ആൺമയിലിന്റെ മയിൽപീലി എടുത്ത് വെച്ച് പെൺമയിലിന് ഫിറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് കണ്ടില്ലേ, ഇപ്പോൾ നിനക്കും അതിമനോഹരമായ മയിൽപീലിയാണ്. അതോടുകൂടി ജെൻഡർ ഈക്വാലിറ്റി സംഭവിച്ചു, ജെൻഡർ ജസ്റ്റിസ് സംഭവിച്ചു എന്ന് പറയുന്ന വാദത്തിനോട് ഇസ്ലാമിന് യാതൊരു അഭിപ്രായ ഐക്യവുമില്ല. അതല്ല ഇസ്ലാമിലെ സാമൂഹിക നീതി എന്നതിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് കൃത്യമാണ്. പെണ്ണിനെയും ആണിനെയും കൃത്യമായിട്ട് പരിഗണിക്കുന്ന ഇസ്ലാമിനെ കുറിച്ച് നേരത്തെ സൂചിപ്പിച്ചതുപോലെ മഹറിന്റെയും അനന്തരാവകാശത്തിന്റെയും കുടുംബത്തിന്റെയും വിഷയത്തിൽ കൃത്യമായി രണ്ടു കൂട്ടരെയും എടുത്ത് മനസ്സിലാക്കിക്കൊണ്ട് റബ്ബ് നിയമിച്ചു കൊടുത്ത നിയമങ്ങളെ അംഗീകരിക്കുകയും നെഞ്ചിലേറ്റുകയും ചെയ്യുമ്പോഴാണ് അവിടെ തീർച്ചയായും നീതി ഉണ്ടാവുക. അതുകൊണ്ട് അവസാനമായിട്ട് എനിക്ക് പറയുവാനുള്ളത്, പുരോഗമനത്തിന്റെ വർത്തമാനം പറയുന്ന ആളുകൾ ചിലപ്പോൾ ഞങ്ങളോട് ചോദിച്ചെന്നിരിക്കും, നിങ്ങൾക്ക് ആ കൈപ്പത്തി വരെ മറക്കേണ്ടതുണ്ടോ? മുട്ടുവരെ ആക്കിയാൽ കുറച്ചെങ്കിലും ആശ്വാസം ഉണ്ടാവില്ലേ എന്നതാണ് അവരുടെ ചോദ്യം. അല്ലയോ സഹോദര, കൈപ്പത്തി വരെ മറക്കണമെന്നതും നിങ്ങളുടെ ഏത്
ഇസത്തിലെ ഏത് താത്വിക ആചാര്യനാണ് നിങ്ങളെ പഠിപ്പിച്ചത്? ഏത് രാഷ്ട്രീയ നവോത്ഥാന നായകനാണ് നിങ്ങളെ പഠിപ്പിച്ചത്? അത് നിങ്ങൾക്ക് കൈപ്പത്തിമര അറച്ചാലും നഗ്നനായി നടന്നാലും പ്രശ്നമില്ലാത്ത ഒരു ഇസത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾ ഞങ്ങളുടെ മുസ്ലിം സ്ത്രീകളുടെ ശിരോവസ്ത്രത്തെ കുറിച്ച് വർത്തമാനം പറയരുത്. നിങ്ങൾ രണ്ടു കൂട്ടരെയും കൃത്യമായി മനസ്സിലാക്കുകയും എന്താണ് ജസ്റ്റിസ്, എന്താണ് നീതി എന്ന് കൃത്യമായിട്ട് നിങ്ങളൊന്ന് പുനഃപരിശോധിക്കുകയും ചെയ്യുക. എന്നിട്ട് ഇസ്ലാമിനെ കുറിച്ച് നിങ്ങൾ വർത്തമാനം പറയുക, ഇസ്ലാമിലെ സ്ത്രീയെ കുറിച്ച് സംസാരിക്കുക. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തലമറക്കുമ്പോഴേക്കും ബുദ്ധി മറച്ചു കളഞ്ഞിരിക്കുന്നു എന്ന് പറയുന്ന നിങ്ങളുടെ ബുദ്ധിമാന്ദ്യത്തെ കുറിച്ചാണ് ഞങ്ങൾക്ക് സഹതാപമുള്ളത്. അതുകൊണ്ട് വിഡ്ഢിത്തം പറയാതെ യഥാർത്ഥത്തിൽ ഇവിടെയുള്ള ഓരോ മനുഷ്യന്റെയും കുറിച്ച്, ഓരോ മനുഷ്യന്റെയും ദലിതനാവട്ടെ, താഴേക്കിടയിലുള്ള മനുഷ്യരാവട്ടെ, സ്ത്രീയാവട്ടെ, പുരുഷനാവട്ടെ, കുട്ടികളാവട്ടെ, വൃദ്ധജനങ്ങളാവട്ടെ, ഇവർക്കൊക്കെയും നീതി പുലർത്തുവാൻ സാധ്യമാകുന്ന ഒരു ജീവിത വ്യവസ്ഥയെ കുറിച്ചാണ് ഇസ്ലാം സംസാരിക്കുന്നത്. വ്യക്തികളുടെ സ്വാതന്ത്ര്യത്തെ കുറിച്ച് വർത്തമാനം പറയുമ്പോൾ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എന്റെ അക്കൗണ്ടിൽ എത്രമാത്രം പണമുണ്ടെങ്കിലും ശരി, എനിക്കത് ഉപകാരപ്പെടാത്ത ഒരു സമയം വരും. വാർദ്ധക്യത്തിന്റെ സമയത്ത് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കുടുംബം എന്ന കൺസെപ്റ്റ് ഉണ്ടല്ലോ, അവിടെ ഒരു സ്ത്രീയെ, ഒരു കുഞ്ഞിനെ, ഒരു വൃദ്ധനെ, ഒരു വയസ്സായ ഒരു മനുഷ്യനെ, അംഗവൈകല്യം സംഭവിച്ചവനെ, ബുദ്ധിമാന്ദ്യം സംഭവിച്ച മനുഷ്യരെയൊക്കെയും അതേ റെസ്പെക്റ്റോടുകൂടി പരിഗണിക്കുന്ന ഒരേ ഒരു ഇടമേയുള്ളൂ, അത് കുടുംബമാണെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ അതിന്റെ ആണിക്കല്ലിളകുമ്പോൾ സംഭവിക്കുക മനുഷ്യരാശി തന്നെ അടിപതറുകയാണ് എന്നത് ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങനെ സംഭവിച്ചാൽ അത് സമൂഹത്തിന് തന്നെയായിരിക്കും നാശം വിതക്കുക എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇസ്ലാമിന്റെ ഈ ഒരു കുടുംബ സങ്കല്പത്തോടും മനുഷ്യരാശിയെയും മാനവികതയെ കുറിച്ചുള്ള വർത്തമാനങ്ങളോടും തീർച്ചയായും നിങ്ങൾ യാതൊരു മുൻവിധികളും ഇല്ലാതെ ചർച്ച ചെയ്യുവാൻ തയ്യാറാവണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഒരു സമ്മേളനത്തിന് ഒരിക്കൽ കൂടി എല്ലാവിധ വിപ്ലവ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.